പ്രോഡക്ട്സുകളിലേക്ക് ഫ്ലിപ്കാർട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് ഇത്ര ഓവറായിട്ടിരിക്കണേന്നല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഫ്ലിപ്കാർട്ട് ഗ്ലാമപ്പ് ഇവന്റ് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവസാനം നേരം കേട്ടോ, സമയമില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കണം നോക്കി. അപ്പോൾ നമുക്ക് ഈ ബാഗ് ഒന്ന് പാക്ക് ചെയ്യണം. ഈ ബാഗാട്ടോ ഞാൻ കൊണ്ടുപോണേ. ആക്ച്വലി ചെറിയ ബാഗാണ് ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വലിയ ബാഗ് തന്നെ എടുക്കാം. ഓവറായിരിക്കും. മാലയും വളയും ഒക്കെ പതിവില്ലാണ്ട് നിങ്ങൾ ഇട്ട് കണ്ടിട്ടുണ്ടോ? ഓ, മാല പൊട്ടിപ്പോയില്ല. മൊത്തത്തിൽ ഞാൻ ഓവറായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഇനിയിപ്പോൾ നേരെ നമ്മൾ അവിടെ വെച്ചിട്ടായിരിക്കും കാണുക കേട്ടോ. വേറെ എന്താ പറയുക, ഇടയിലുള്ള ക്ലിപ്സ് ഒന്നുമില്ല. ഡയറക്റ്റ് ടു അങ്ങോട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വായോ, നമുക്ക് ഇവന്റിന് വെച്ച് കാണാം. കുറച്ച് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഉള്ളിൽ. കാരണം അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്, ഞാൻ സിങ്കാവോ, അവരെൻ്റെ അടുത്ത് സിങ്കാവോ, അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച്. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണില്ല, നേരെ ചാടിക്കറി വണ്ടി ഇരിക്കാം. അപ്പോൾ ഓക്കെ, കമോൺ ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുന്നത് കൊച്ചി ഗ്രാൻഡ് ഹയാട്ടിലാണ് കേട്ടോ. അപ്പോൾ 10 മണിക്കായിരുന്നു നമ്മുടെ അടുത്ത് വരാൻ പറഞ്ഞത്. ഞാൻ എത്തിയപ്പോൾ 10:30 ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ച് ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ ഉള്ളിൽ കയറി. ആക്ച്വലി ഞങ്ങളല്ല, ഞാനാട്ടോ. ഞാൻ ജിഷമേമ്മയുടെ കൂടെ പിന്നെ വണ്ടി ഓടിച്ച ജിഷമേമ്മയുടെ മോൻ കൂട്ടുമായിരുന്നു. അപ്പോൾ അവരെത്തിയ വഴി എന്നെ ഉള്ളിലാക്കിയതിന് ശേഷം അവരൊന്ന് കറങ്ങാൻ പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻട്രിയിൽ അവിടെ കയറി. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. രജിസ്ട്രേഷൻ കഴിഞ്ഞാലേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ 11 മണി ആയപ്പോഴേക്കും ഒരുവിധം ക്രിയേറ്റേഴ്സ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, എനിക്ക് പരിചയമുള്ള ഒരു മുഖവും ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ കൂട്ടില്ലാണ്ട് വന്നോണ്ട് എനിക്ക് ഇത്തിരി അധികം ടെൻഷൻ കൂടുതലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് കയറാനുള്ളൊരു ബാൻഡ് നമ്മുടെ കയ്യിൽ കെട്ടിത്തരും. പിന്നെ ഒരു ഫോം പോലെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. എവിടേക്കാണോ ഓരോ ബ്രാൻഡ്സും അങ്ങനെ ഒരു ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ലോങ് ക്യൂവിൽ നിന്നപ്പോഴാണ് എനിക്ക് 2 ഫ്രണ്ട്സ്, ഫർഹാനും ഫാത്തിമയും, ഇവരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ തന്നെ എനിക്ക് ഈ പകുതി സമാധാനമായി. പിന്നെ ആങ്കറിന്റെ എനർജി അത് വേറെ ഒന്ന് തന്നെയായിരുന്നു. ആങ്കർ വന്ന വഴി തന്നെ പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് സെൽഫി എടുക്കുക, അതായിരുന്നു ഫസ്റ്റത്തെ ടാസ്ക്. അപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരുമായിട്ട് സിങ്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഓണസദ്യ ഫ്ലിപ്കാർട്ട് ഗ്ലാമപ്പിന്റെ ഭാഗ. ഇത് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ഓരോ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവുമോ എന്നുള്ള ചിന്തയിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ DR ക്രൂവിന്റെ വക ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മളെല്ലാവരും ഓണായി. നമ്മുടെ ഇവിടെ നിന്ന് എത്തിയ ഒട്ടുമിക്ക ആൾക്കാരും കൊച്ചിയിൽ തന്നെയായിരുന്നു. പക്ഷെ ബാംഗ്ലൂരിന് 6 hour ഒക്കെ ട്രാവൽ ചെയ്ത് വന്ന ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അവസാനമായപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടിയിട്ട് പാട്ട് പാടലും ചെറിയ സ്റ്റെപ്പ് ഇടലൊക്കെ തുടങ്ങി. ഫൈനലി നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു. അങ്ങനെ ഡാൻസ് കളിച്ച് ക്രിയേറ്റേഴ്സും ഡാൻസേഴ്സ് എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടായിരുന്നു നമ്മൾ ഈ പരിപാടിയുടെ ഉള്ളിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തേട്ടോ. സംഭവം എനിക്ക് അടിച്ചു പൊളിച്ച് കളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ പരിമിതി കാരണം എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് തുള്ളാനൊന്നും പറ്റിയില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത എൻ്റെ ആ വലിയ ബാഗ് ഞാൻ കൂടെ എടുത്തില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം ആ വെയിറ്റും താങ്ങി നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു ചെറിയ ബാഗാണ് എടുത്തത്. ഇവരുടെ ഒക്കെ എനർജി കാണുമ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ തോന്നി, ദൈവമേ ഞാനൊരു ഇൻട്രോവേർട്ടായി പോയോ എന്ന്. ഇതിൻ്റെ ഉള്ളിൽ കയറിയ വഴി തന്നെ ഓരോ ക്രിയേറ്റേഴ്സിന് ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അസൈൻ ചെയ്തത്. അപ്പോൾ അവരവരുടെ ബൂത്തിലേക്ക് പോവുക, അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഫർഹാക്ക് വേറെ സ്ഥലമായതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തപ്പിപ്പിടിച്ച് പോയി എത്തി. ഞാൻ പക്ഷെ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കൂടെ ആരും കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ തന്നെ വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സഹായിച്ചു എനിക്ക് ഭംഗിയായിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് കൊടുക്കാൻ പറ്റി. ചില ക്രിയേറ്റേഴ്സിനൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയം തോന്നിട്ടോ. അതേ കണ്ടില്ലേ, അവരുടെ പണിയിലായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് ബൈ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ കണ്ടുപരിചയം തോന്നി കഴിഞ്ഞാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്ക് തന്ന ടാസ്കിൽ ഞാൻ ആദ്യമേ പോയോണ്ട് എനിക്ക് അത്ര വലിയ ഡിലേ ഒന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ എന്റെ പരിപാടി തീർത്ത് ഞാൻ സംഭവം സബ്മിറ്റ് ചെയ്ത്. അപ്പൊ കുറച്ച് ഫ്രീ ടൈം ഒക്കെ എനിക്ക് കിട്ടിയ കാരണം ഞാൻ എല്ലാ ബൂത്തിലും കയറി ഒന്നും ഇറങ്ങിയായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ നമ്മുടെ ഫർഹാനെ തപ്പാൻ പോയിട്ടോ. ആള് നോക്കുമ്പോ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു മുക്കില് നിൽക്കണ്. എനിക്ക് ഈ ക്രിയേറ്റേഴ്സിനൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കര ജാടയാന്നൊക്കെ തോന്നി. പക്ഷെ ആരോടെങ്കിലൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കര സ്വീറ്റ് ആട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മുടെ അടുത്ത്. ഞാൻ എന്റെ വീഡിയോ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഗൈസ്, ഞാൻ ഇട്ട് വന്ന മാല കാണാനില്ല. അതിന്റെ ഓൾറെഡി ലോക്കലി ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ നൂല് കിട്ടിയിട്ടാണ് വിട്ടത്. ഞാനാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ അതും ഉപേക്ഷിച്ചു. ഈ കിടന്ന് ഞാൻ കോപ്പറേറ്റ് കാണിക്കുന്നത് എന്താന്ന് പോലും എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ നെർവസ്നെസ്സിന്റെ കുറച്ച് ഭാഗമായിട്ടായിരിക്കാം. എന്താ എവിടെയാ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് അധികം നടന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുണ്ടായിരുന്നു. സബ്സെബട ശുദ്ധപാനി പിന്നെ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഭയങ്കര ആശ്വാസമായി. ഇവിടെ മെയിൻ സ്റ്റേജിലാണെങ്കിൽ ഫുൾ ഓൺ പരിപാടി ആയിരുന്നു കേട്ടോ. ക്രിയേറ്റേഴ്സ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ റാമ്പ് വാക്ക് ചെയ്യുക. ബെസ്റ്റ് റാമ്പ് വാക്ക് ചെയ്യുന്ന ആൾക്ക് ഐ വാച്ചും പിന്നെ ഡൈസന്റെ എന്തൊക്കെയോ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കണ്ടായിരുന്നു. If I have your permission, then can we make it featured moments of the day?
proudly presenting on the ramp the amazing creators of Kerala. Banastri.ru. ഞാൻ അവിടെ പോയിട്ട് ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഓരോരുത്തരുടെ കഴിവൊക്കെ കാണുമ്പോണ്ടേ നമുക്ക് അടിപൊളി തന്നെ. ഞാൻ പിന്നെ ഓരോരുത്തരുടെ കോസ്റ്റ്യൂംസൊക്കെ ഞാനിങ്ങനെ കണ്ടിങ്ങനെ വായി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ക്രിയേറ്റേഴ്സിന് കുറച്ച് ഗിഫ്റ്റും ഹാമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ റിസീവ് ചെയ്ത് പിന്നെയും പരിപാടിയൊക്കെ കാണാൻ ഇരുന്നു കേട്ടോ. ഫർഹാനും അവരും പുറത്ത് വോയിസ് ഓവർ അവരുടെ കണ്ടൻസ് അവർ ഷൂട്ട് ചെയ്യണോണ്ട് എനിക്ക് കുറേ അധികം ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ഇരുന്ന് കാണുക തന്നെയായിരുന്നു. കുറച്ച് നേരം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു വിശപ്പ് വന്നിട്ടാ. ഞാനാണെങ്കിൽ അവരൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്ന് ഇവിടെ സീറ്റ് കിട്ടാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞാൻ നിന്നിട്ടാണ് അവസാനം ഒരു സീറ്റ് കിട്ടിയത്. പിന്നെ അവര് വന്നപ്പോൾ എന്തിനോ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് തന്നെ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് പ്ലേറ്റ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇത്രയും വലിയ ഗതിയുണ്ട്. അങ്ങനെ കിട്ടിയതൊക്കെ കഴിച്ച് ഞാൻ പിന്നെയും ഉള്ളിൽ കയറിട്ടോ. ഇപ്പോൾ നമ്മുടെ റാമ്പ് വാക്കൊക്കെ ചെയ്ത് എൻ്റെ വിന്നേഴ്സിന് പ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഈ ക്രിയേറ്ററിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ ആളുടെ റാമ്പ് വാക്കൊക്കെ കാണുമ്പോൾ അടിപൊളി. ഞാൻ ഭയങ്കര എന്ത് ലെവൽ കോൺഫിഡൻസ് ആയിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഈ ഇവൻറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എനിക്ക് ഇഷ്ടമായത് ഈ ഓരോ ബൂത്തുകളാട്ടാ. ഇവിടെ ഓരോ ഗെയിംസുകൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഗെയിംസിൽ വിൻ ചെയ്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തന്ന് ഹാമ്പേഴ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ അടുത്തത് എങ്ങോട്ട് പോവും ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ കയറി കഴിഞ്ഞു. ചില സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ വീല് പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സ്പിൻ ചെയ്യണം. ചിലപ്പോൾ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എനിക്ക് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആട്ടോ കിട്ടി. ഇവിടെയാണെങ്കിൽ സുന്ദരിക്ക് പൊട്ടുതൊടലൊക്കെ ആയിരുന്നു ഗൈസ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു ഓരോ ഗെയിംസ് അവർ ലോഞ്ച് ചെയ്തതൊക്കെ. എല്ലാം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിലും ഓരോരുത്തരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നോക്കിയിട്ട് വായം പൊളിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് വയ്യോണ്ടായപ്പോൾ അശോകന് കുറച്ച് ക്ഷീണമാവാം. സീറ്റ് കണ്ടപ്പോൾ അവിടെ വന്നിരുന്നു. ഇവിടെ സ്റ്റേജിലാണെങ്കിൽ ഒരു മേക്കപ്പിൻ്റെ മാസ്റ്റർ ക്ലാസ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ മേക്കപ്പിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ധാരണയും വന്നു. പിന്നെ DR ക്രൂവിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര വൈബ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനർജി അടിപൊളിയാണ്. നമ്മളൊക്കെ കൂവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൂവൽ ഇൻ ദ സെൻസ് കളിയാക്കി കൂവലല്ല കേട്ടോ, ഹൈപ്പ് ചെയ്യുന്ന തരം കൂവലായി. എന്തോ ഭാഗ്യം ഞാൻ അവിടെ ഇരുന്ന കറക്റ്റ് സമയത്ത് ഞാൻ അഫ്രീനെ കണ്ടു. ആളെൻ്റെ ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ആട്ടോ. പിന്നെ കുറച്ച് നടന്നപ്പോൾ മസ്താനീനൊക്കെ കണ്ടു. നമ്മൾ ഹായ് ഒക്കെ പറഞ്ഞു. കുറച്ച് ദൂരെ നിന്നാണെങ്കിലും കണ്ടന്റ് ക്രിയേറ്റർ അപർണേനൊക്കെ കാണാൻ പറ്റി. ഉച്ച തിരിഞ്ഞ് നിന്നൊരു അവസ്ഥയുണ്ട്. ഫിദ അത് ചെരുപ്പൊക്കെ ഊരി ഒരു അവസ്ഥയായി. എനിക്കാണെങ്കിൽ കൂടെ ഒരു ആളില്ലാത്തതുകൊണ്ട് ഹാമ്പേഴ്സ് പിടിക്കാനാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാഗ് പൊട്ടിന് ഒരു കയ്യിൽ ഫോണ് വീഡിയോസ് എടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. ഈവനിങ് പിന്നെ ഇവിടെ പുറത്ത് ഒരുപാട് വെറൈറ്റി സ്നാക്സും കോഫിയൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഞാൻ പിന്നെ കോഫി മാത്രമായിട്ട് എടുത്തുള്ളൂ. ഇനിയും പരിപാടികൾ ഉണ്ടായിരുന്നു, ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് എത്താൻ ഇനി ഒരു 2.5 മണിക്കൂറുള്ളതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് നേരത്തെ ഇറങ്ങേണ്ടി വന്നു. എൻജോയ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡ്രീം പോലെയായിരുന്നു. കാരണം ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ എന്നെ ഭയങ്കര സന്തോഷം. ആൻഡ് ഓഫ് കോഴ്സ് അതിന് മെയിൻ റീസൺ നിങ്ങൾ തന്നെയാണ്. ഞാനാണെങ്കിൽ ഓൾറെഡി മധുരട്ട ചായയിലോട്ടോ പിന്നെ ഒരു പാക്കറ്റ് മധുരട്ട കുടിച്ചു നോക്കിയപ്പോൾ ഒരുമാതിരി പായസം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്ത ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ബായ് പറഞ്ഞു. പിന്നെ ജിഷ മാമയും കുട്ടുമൊക്കെ വന്നു പിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി ഗൈസ്. ഒട്ടയ്ക്ക് സാധനങ്ങളൊക്കെ